ഇന്ന് നമുക്ക് 2024 റിലീസായ അയാം കാതലൻ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, തന്റെ കാമുകി തന്നെ തേച്ചതിന്റെ ദേഷ്യത്തിന് അവളോട് പ്രതികാരം വീട്ടാനായിട്ട് അവളുടെ അച്ഛന്റെ ഫിനാൻസ് കമ്പനി പൂട്ടിക്കും വിധം നായകനാണെങ്കിലോ കമ്പനിയിലെ സെർവർ ഹാക്ക് ചെയ്യുന്നു. അവരുടെ ഡേറ്റയെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു, നായകന് പണി കിട്ടിയോ എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായകനായ വിഷ്ണു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനായി ഇരിക്കുകയാണ്. വിഷ്ണു പഠിച്ചത് എത്തിക്കൽ ഹാക്കിംഗ് ആയിരുന്നു. എന്നാൽ വിഷ്ണുവിന് ഒരുപാട് സപ്ലിയും ഉണ്ടായിരുന്നു. ആ വിവരം അറിഞ്ഞ ഇന്റർവ്യൂ എടുക്കുന്നവർ, ഇത്രയും സപ്ലിയുള്ള ഒരാളിനെ ജോലി കൊടുക്കുവാനായി പറ്റില്ല, നിങ്ങളെ എങ്ങനെയാണ് ഇന്റർവ്യൂവിന് വിളിച്ചതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു പറയും, എനിക്കൊരു മെയിൽ വന്നിരുന്നു, അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. അത് കേട്ട അവർ പറയും, എങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയിരിക്കും, നിങ്ങളുടെ CV ഇവിടെ തന്നേക്കോ, ഏതെങ്കിലും വേക്കൻസി വരുന്നെങ്കിൽ ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനായ ജസ്വിൻ അവനെ കാണുവാനായും എത്തിയത്. എന്നിട്ട് പറയും, എന്റെ കാമുകിയുടെ ഇൻസ്റ്റാ ID നീ ഒന്ന് ഹാക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഹാക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല, വേണമെങ്കിൽ ഞാൻ അവളുടെ ഫോണിലോട്ട് ഒരു ലിങ്ക് അയക്കാം, ആ ലിങ്കിൽ അവൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവളുടെ അക്കൗണ്ട് നമുക്ക് കാണാമെന്നും വിഷ്ണു പറയുന്നു. എന്നിട്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അവളുടെ അക്കൗണ്ട് ഇപ്പോൾ നോക്കുന്നത്, അതിന്റെ ആവശ്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അവളെ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്, അവൾ എന്നെ ചതിക്കുവാണോ, ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു എന്നൊക്കെ അറിയുവാൻ വേണ്ടിയിട്ടാണെന്നും ജസ്വിൻ പറയുകയാണ്. വിഷ്ണു അവിടെ നിന്ന് നേരെ പോയത് ശില്പയെ കാണുവാനായിട്ടാണ്. ശില്പ ആരെന്നാൽ വിഷ്ണുവിന്റെ കാമുകിയാണ്. എന്നിട്ട് ശില്പയോട് പറയുന്നുണ്ട്, ഈ ഇന്റർവ്യൂ ഞാൻ പൊട്ടി, ഞാൻ പാസ്സായില്ല, അടുത്തത് നോക്കാമെന്ന് പറയുമ്പോൾ ശില്പ ചോദിക്കും, ഏത് മണ്ടന്മാരും പാസ്സാവുന്ന ഇന്റർവ്യൂവിൽ നീ പൊട്ടിയെന്നോ, ഇനി ഏത് വരാനായിട്ടാ നീ കാത്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ചോദിക്കും, നീ ഇന്റർവ്യൂ പാസ്സായോ? അപ്പോൾ ശില്പ പറയും, ഞാൻ ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല, എൻ്റെ അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ ഫിനാൻസ് കമ്പനിയിൽ IT ഹെഡായിട്ട് കയറാനായിട്ട്, അതുകൊണ്ട് ഞാൻ അത് നോക്കുന്നേ ഉള്ളൂ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ വിഷ്ണുവിനും ഒരു സമാധാനമാകുന്നു. വിഷ്ണു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ പയ്യനാണ്. അവന്റെ വീട്ടിൽ അച്ഛനും അമ്മയും അനുജത്തിയുമാണ് ഉള്ളത്. വിഷ്ണു തന്റെ കൂട്ടുകാരനായ ജസ്വിന് വേണ്ടിയിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. വിഷ്ണു ഉപയോഗിക്കുന്നത് ഒരു പഴയ കമ്പ്യൂട്ടറും അടുത്ത വീട്ടിലെ വൈഫൈയുമാണ്. എന്നാൽ ലിങ്ക് ആണെങ്കിൽ ജസ്വിൻ തന്റെ ക്രഷുള്ള ആ ഒരു പെൺകുട്ടിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അവളാണെങ്കിലോ, ഇത് നിന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കടാ എന്നായിരുന്നു റിപ്ലൈ കൊടുത്തതും. അതോടുകൂടി ആ പണിയും പാളിപ്പോയി. മറ്റൊരു വശത്ത് ശില്പയുടെ അച്ഛനായ ചാക്കോയെ കാണിക്കുന്നു. ചാക്കോയാണെങ്കിൽ ഒരു ഗോൾഡ് ഫിനാൻസ് കമ്പനിയാണ് നടത്തുന്നത്. അവിടെയാണെങ്കിൽ ശില്പ ജോയിൻ ചെയ്യുകയാണ്, അതും IT ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട്. ശില്പ ജോയിൻ ചെയ്യുന്ന ദിവസം തന്നെ അച്ഛനാണെങ്കിൽ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ മാത്യുവിനെ പരിചയപ്പെടുത്തുമ്പോൾ മാത്യുവിനാണെങ്കിൽ ശില്പയ്ക്ക് മേൽ ഒരു നോട്ടമുണ്ട്. വിഷ്ണുവിന് ജസ്വിനെ കൂടാതെ മറ്റു 2 ചേട്ടന്മാരുമായും കമ്പനിയുണ്ട്. ഓട്ടോ ഡ്രൈവറായ ഉദയനും പിന്നെ ഒരു കമ്പ്യൂട്ടർ സെന്ററൊക്കെ നടത്തുന്ന അനീഷ് എന്ന് പറയുന്ന ആളും. ഈ അനീഷ് ആണെങ്കിൽ ഓഫീസുകളിലൊക്കെ പോയി അവിടുത്തെ കമ്പ്യൂട്ടറും പ്രിന്ററും ഒക്കെ ശരിയാക്കി കൊടുക്കുന്ന ജോലിയുമുണ്ട്. ജോലിക്ക് കയറിയതിനു ശേഷം ശില്പയുടെ സ്വഭാവം ആകെ മാറിപ്പോയി വിഷ്ണുവിനെ അവോയ്ഡ് ചെയ്യുകയാണ്. അതോർത്ത് വിഷമിച്ചിരിക്കുന്ന വിഷ്ണുവിനെ കണ്ട അനീഷ് ആണെങ്കിൽ വിവരം തിരക്കുന്നു. വിഷ്ണു ആണെങ്കിൽ ശില്പ പഴയതുപോലെയല്ല, അവളുടെ സ്വഭാവമേ മാറിപ്പോയി എന്ന് അനീഷിനോട് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ഫോണിൽ വിളിച്ച് സംസാരിക്കാതെ നേരിട്ടൊന്ന് കാണുവാനായും അനീഷ് പറഞ്ഞു. അങ്ങനെ വിഷ്ണു ആണെങ്കിൽ ശില്പയെ വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞതിനാൽ അടുത്ത ദിവസം തന്നെ ശില്പ തന്റെ അച്ഛനോട് ചോദിച്ചിട്ട് നേരത്തെ ഓഫീസിൽ നിന്നും ഇറങ്ങുവാനായും തീരുമാനിച്ചു. എന്നാൽ അച്ഛനാണെങ്കിലോ, നീ ഒറ്റയ്ക്ക് പോണ്ട, മാത്യുവിനൊപ്പം പോകുവാനായും പറഞ്ഞു. അങ്ങനെ മാത്യു ആണ് വിഷ്ണുവിനടുത്തേക്ക് ശില്പയെ കൊണ്ടുപോകുന്നതും. പോകുന്ന വഴിയിൽ മാത്യുവും ശില്പയും ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുമുണ്ട്. അങ്ങനെ ശില്പ വിഷ്ണുവിനടുത്തെത്തുകയാണ്. മാത്യുവിന് മുന്നിൽ വിഷ്ണുവിനെ തന്റെ കൂട്ടുകാരനാണെന്ന് ശില്പ പരിചയപ്പെടുത്തി. അതിനുശേഷം രണ്ടാളും പോയത് ഒരു ബേക്കറിയിലേക്കായിരുന്നു. അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ അനീഷേട്ടന്റെ കൂടെ ചേർന്ന് അനീഷേട്ടന്റെ കമ്പ്യൂട്ടർ കട ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവാനായും തീരുമാനിച്ചു, നിന്റെ അഭിപ്രായം എന്താണ്? അത് കേട്ട ശില്പ പറയും, നീ ഒന്ന് പോയേ വിഷ്ണു, ഇതൊന്നും അച്ഛൻ സമ്മതിക്കാൻ പോകുന്നില്ല, നീ ആദ്യം നിന്റെ സപ്ലി എഴുതിയെടുത്തിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിക്ക് കയറുവാനായും പറഞ്ഞു. അത് കേട്ട വിഷ്ണു ചോദിക്കും, നിന്റെ അച്ഛനും ബിസിനസ് ചെയ്യുന്നുണ്ട്, ഞാനും ബിസിനസ് ചെയ്യുന്നുണ്ട്, നിന്റെ അച്ഛന്റെ മുന്നിൽ ഞാനൊന്ന് താന്നു പോകണ്ടല്ലോ എന്ന് കരുതിയ ഇങ്ങനൊരു ബിസിനസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അത് കേട്ട ശില്പ പറയും, അതൊന്നും നടക്കത്തില്ല. അപ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട്, എന്നാൽ ശരി, നിന്റെ അച്ഛൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ എന്നോടൊപ്പം ഇറങ്ങി വരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശില്പ പറയും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പോൾ ഈ ഓർഡർ ചെയ്ത കട്ട്ലേറ്റിന്റെയും ജ്യൂസിന്റെയും പൈസ ഞാൻ കൊടുക്കുമെന്ന ധൈര്യത്തിനല്ലേ നീ ഇത് ഓർഡർ ചെയ്തത്? അത് കേട്ടത് വിഷ്ണുവിനാണെങ്കിൽ എന്തോ പോലെ തോന്നുന്നു. അവനത് കഴിക്കണ്ടായിരുന്നു എന്ന് വരെ ചിന്തിച്ച് അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ അവിടെ എടുത്തു വെച്ചതിന് ശേഷം ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ശില്പ അവനെ അപമാനിക്കും വിധമാണ് സംസാരിച്ചതും.
നേരെ അവൻ പോയത് കൂട്ടുകാരനായ ജസ്വിന്റെ വീട്ടിലേക്കായിരുന്നു. ഒരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് വിഷ്ണു ജസ്വിൻ അടുത്തേക്ക് എത്തിയത്. എന്നാൽ ജസ്വിൻ പറയുന്നത്, മിക്കവാറും അവൾ നിന്നോടിങ്ങനെ കാണിക്കണമെങ്കിൽ അവൾക്ക് വേറെ ലൈൻ സെറ്റായി കാണും. ഇതുപോലെയാണ് ആ ഫാത്തിമയ്ക്കും. അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് അവളുടെ ഇൻസ്റ്റ ID ഹാക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് എന്ന് പറയുന്നതും വിഷ്ണുവിനാണെങ്കിൽ ഒരു ഐഡിയ തോന്നുകയാണ്. എന്തെന്നാൽ ശില്പയുടെ ഇൻസ്റ്റ IDയും പാസ്വേഡും അവൾ വിഷ്ണുവിന് പറഞ്ഞു കൊടുത്തിരുന്നു. വിഷ്ണു ശില്പയുടെ ഇൻസ്റ്റ അക്കൗണ്ട് ഓപ്പൺ ആക്കി വെച്ചിരുന്ന സമയം രാത്രി ഒരു 1-2 മണിയായി കാണും. മാത്യുവിന്റെ മെസ്സേജ് വരുന്നു. ഹായ്, ഉറങ്ങിയില്ലേ എന്നായിരുന്നു. അത് കണ്ടതും ദേഷ്യം വന്ന വിഷ്ണു ആണെങ്കിൽ നിന്റെ അപ്പനോട് പോയി ചോദിക്കടാ എന്ന് പറഞ്ഞ് ഒരു ചീത്തയും വിളിക്കുന്നു. അത് കണ്ടതും മാത്യു ആണെങ്കിൽ ഷോക്കായി പോകും. അടുത്ത ദിവസം രാവിലെ ഓഫീസിലേക്ക് വന്ന മാത്യുവിനാണെങ്കിൽ ആകെ നാണക്കേടായിരുന്നു. ശില്പ അയച്ചതാണെന്നാണ് അവൻ കരുതിയതും. എന്നാൽ ശില്പയ്ക്ക് മാത്യുവിനോടുള്ള പെരുമാറ്റത്തിൽ ശില്പയല്ല ആ മെസ്സേജ് അയച്ചതെന്നും മാത്യുവിന് മനസ്സിലായി. മാത്യു ഉടനെ തന്നെ ആ മെസ്സേജ് ശില്പയെ കാണിക്കുന്നു. ശില്പ ആകെ തകർന്നു പോയി. അവൾ ഒരുപാട് കരയും. താനല്ല അങ്ങനെ ചെയ്തതെന്ന് മാത്യുവിനോട് പറയുന്നുമുണ്ട്. ശില്പയ്ക്ക് സംഭവം പിടികിട്ടി. ഉടനെ തന്നെ ശില്പ വിഷ്ണുവിനെ വിളിച്ചിട്ട് നീ എന്തിനാ എന്റെ ഇൻസ്റ്റ അക്കൗണ്ട് ഓപ്പൺ ആക്കിയത് എന്ന് പറഞ്ഞ് അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് ഇനി മേലാൽ എന്നെ ഫോൺ വിളിക്കരുത് എന്നും പറഞ്ഞ് കോളും കട്ട് ചെയ്ത് അവനെ എല്ലാത്തിൽ നിന്നും ബ്ലോക്കും ചെയ്തു. വിഷ്ണുവിനാണെങ്കിൽ ആകെ സങ്കടമായി. എന്നാൽ മാത്യു നടന്ന സംഭവങ്ങളെല്ലാം ഓഫീസിലെ IT കൺസൾട്ടന്റായ പ്രവീൺ കുമാറിനോട് പറയുന്നു. തനിക്ക് ശില്പയെ ഇഷ്ടമാണെന്നും പ്രവീണിനോട് മാത്യു പറയുന്നുമുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് ശില്പയെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. അതുകൊണ്ട് വിഷ്ണു നേരെ ഓഫീസിലേക്ക് വരികയാണ്. എന്നിട്ട് ശില്പയോട് സംസാരിക്കുന്ന സമയത്ത് ശില്പ പറയും, എനിക്ക് ഒരു പ്രൈവസിയും തരാത്ത നീയുമായി ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ ശില്പ പറയുന്നുമുണ്ട്. വിഷ്ണു ശില്പയോട് ഒരുപാട് മാപ്പ് പറയും. എന്നാൽ ശില്പയാണെങ്കിൽ അവനോട് സഹകരിക്കുവാൻ പോലും കൂട്ടാക്കുന്നില്ല. എന്നാൽ പുറത്തുനിന്ന് ചാക്കോ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് വന്ന ചാക്കോയാണെങ്കിൽ ഇതാരാണെന്ന് ശില്പയോട് ചോദിച്ചു. അച്ഛാ, ഇതെന്റെ ഫ്രണ്ടാണ് വിഷ്ണു എന്ന് പറഞ്ഞ് ശില്പ വിഷ്ണുവിനെ പരിചയപ്പെടുത്തി. എന്നാൽ ചാക്കോയാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് എല്ലാ കാര്യങ്ങളും കേട്ടു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നിനക്ക് ഇവനുമായി ഇനി വല്ല ബന്ധവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശില്പയാണെങ്കിൽ ഇല്ല എന്ന് പറയും. എങ്കിൽ മോള് വീട്ടിലേക്ക് പൊയ്ക്കോ, ഞാൻ ഇവനുമായി കുറച്ച് സംസാരിക്കട്ടെ എന്ന് ചാക്കോ പറയുന്നു. എന്നിട്ട് ശില്പ പോയ സമയം തന്നെ ചാക്കോ വിഷ്ണുവിനോട് സംസാരിക്കുമ്പോൾ ശില്പയ്ക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് ശില്പയെയും. ഇപ്പോൾ അവൾ എന്നോടുള്ള ദേഷ്യത്തിനാണ് അങ്ങനെ പറയുന്നത്. അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ആരെതിർത്താലും ഞാൻ അവളെ വിവാഹം ചെയ്യുമെന്ന് വിഷ്ണു പറഞ്ഞു. വിഷ്ണുവിനാ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ചാക്കോയുടെ അടി അവന്റെ കവിളത്ത് വീണിരുന്നു. വിഷ്ണു ഞെട്ടിപ്പോയി. ഉടനെ തന്നെ വിഷ്ണു ഒന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. വിഷ്ണു നേരെ എത്തിയത് തന്റെ കൂട്ടുകാരൻ ചേട്ടനായ അനീഷിനടുത്തേക്കായിരുന്നു. അവിടെ ഓട്ടോക്കാരനായ ഉദയനും ഉണ്ടായിരുന്നു. വിഷ്ണു നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. എനിക്ക് ശില്പയുടെ അച്ഛനെ തല്ലണമെന്ന് വിഷ്ണു പറയുമ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവരൊക്കെ നമ്മളെക്കാൾ വലിയ ആളുകളാണെന്ന് ഉദയൻ വിഷ്ണുവിനെ ഉപദേശിക്കുന്നുമുണ്ട്. അതേസമയം തന്നെ അനീഷിനൊരു കോൾ വരികയാണ്. എന്തെന്നാൽ ശില്പയുടെ അച്ഛന്റെ ഫിനാൻസ് കമ്പനിയുടെ മറ്റൊരു ബ്രാഞ്ചിൽ പ്രിന്റർ കേടാണ്. അത് ശരിയാക്കുവാനായിട്ട് അവിടെ നിന്നും അനീഷിനെ വിളിച്ചിരുന്നു. ആ വിവരം അറിഞ്ഞ വിഷ്ണുവും അനീഷിനൊപ്പം പോവുകയാണ്. അവിടെ എത്തിയ വിഷ്ണു സിസ്റ്റത്തിൽ കയറി പബ്ലിക് IP അഡ്രസ് നോട്ട് ചെയ്ത് വെക്കുകയാണ്. തിരികെ എത്തുന്ന വഴിയിൽ വിഷ്ണു അനീഷിനോട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അവർക്കിട്ട് പണി കൊടുക്കുവാൻ പോവുകയാ, ഇതുപോലെ IP അഡ്രസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് അനീഷിനോട് പറയുന്നു. അനീഷും വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവർ നേരെ എത്തിയത് വിഷ്ണുവിന്റെ വീട്ടിലേക്കായിരുന്നു. വീട്ടിലെത്തിയ വിഷ്ണു തന്റെ സിസ്റ്റം ഓണാക്കിയതിനു ശേഷം ഒരു VPN പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് കൊടുത്ത പേര് ഉദയന്റെ ഓട്ടോയുടെ പേരായ കാതലൻ എന്നായിരുന്നു. അതിനുശേഷം വിഷ്ണു ശില്പയുടെ അച്ഛന്റെ ഫിനാൻസ് കമ്പനിയുടെ സെർവർ ഹാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അവരുടെ എല്ലാ ബ്രാഞ്ചിലെയും സിസ്റ്റത്തിലെ ഡേറ്റ എല്ലാം അവൻ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. അടുത്ത ദിവസം കമ്പനി തുറന്നപ്പോഴാണ് ആകെ പ്രശ്നമായത്. വിവരമറിഞ്ഞ് ശില്പയുടെ അച്ഛനായ ചാക്കോയും കമ്പനിയിലേക്കും എത്തുകയാണ്. അവിടെ IT കൺസൾട്ടന്റായ പ്രവീൺ കുമാറും പിന്നെ കമ്പനിയിലെ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ജിൽസും ഉണ്ടായിരുന്നു. കമ്പനിയിലെത്തിയ ചാക്കോ പ്രവീൺ കുമാറിനോട് വിവരം തിരക്കും. പ്രവീൺ പറയും, ഇത് ഹാക്കിംഗ് ആണ്. എന്തെന്നാൽ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ഡേറ്റ എല്ലാം മോഷ്ടിക്കുന്നതാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നാണ്. എന്തെന്നാൽ നമ്മുടെ എല്ലാ ബ്രാഞ്ചിലെയും കമ്പ്യൂട്ടേഴ്സിനെ ഒരു സെർവറുമായി ഇന്റർനെറ്റ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ആ സെർവർ ഹാക്ക് ചെയ്ത് അതിലെ ഡേറ്റയെല്ലാം ഈ ഒരു ഹാക്കർ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസും ബാങ്ക് ഇടപാടുകളെല്ലാം ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെന്നും പ്രവീൺ കുമാർ പറയുന്നു. പ്രവീൺ കുമാർ പറഞ്ഞ കാര്യങ്ങളൊന്നും ചാക്കോയ്ക്ക് മനസ്സിലായില്ല. ചാക്കോ ചോദിക്കുന്നു, ഇത് ചെയ്തവനെ കണ്ടുപിടിക്കാനായി പറ്റുമോ? എന്നാൽ പ്രവീൺ കുമാർ പറയും, പറ്റില്ല, അവരാണ് ഹാക്കേഴ്സ്, അവരെ കണ്ടുപിടിക്കാൻ പാടാണ്.
അത് കേട്ട ചാക്കോ ഇതിനെന്തെങ്കിലും പോം വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാക്കപ്പ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല എന്ന് പ്രവീൺ കുമാർ പറഞ്ഞ് ജിൽസിനോട് ചോദിക്കുന്ന സമയത്ത് ജിൽസ് പറയും, നമ്മുടെ ഓട്ടോ ബാക്കപ്പ് വർക്കിംഗ് അല്ല, അതുകൊണ്ട് കഴിഞ്ഞ മാസത്തെ ഡേറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ജിൽസ് പറയുന്നു. അത് കേട്ട ചാക്കോ ചോദിക്കും, ഇനി എന്താ അടുത്ത പ്രശ്നം? വേറെ വഴിയില്ലാതെ നിൽക്കുന്ന സമയത്ത് അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മാത്യു പറയും, ഇതിനെല്ലാം ഇനി ഒരു വഴിയേ ഉള്ളൂ. കഴിഞ്ഞ മാസത്തെ ബാക്കപ്പ് അപ്ലോഡ് ചെയ്ത് നമുക്ക് ബ്രാഞ്ചസ് എല്ലാം ഓപ്പൺ ചെയ്യാം. പിന്നെ ഈ മാസത്തത് അത് ഹാർഡ് കോപ്പിയിൽ നിന്നെടുക്കാം. അതിലുമില്ല എങ്കിൽ പിന്നെ ഒരു വഴിയുമില്ല. പിന്നെ കസ്റ്റമേഴ്സ് ആരെങ്കിലും ചോദിച്ചു വന്നാൽ നമുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ഇങ്ങോട്ട് കിട്ടാനുള്ളത് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോയെന്ന് കരുതിയാൽ മതി, അല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനാകില്ല എന്നും മാത്യു പറയുകയാണ്. എല്ലാം കേട്ട് വട്ടായ ചാക്കോ എന്തെങ്കിലും ചെയ്, ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ അവർ ബാക്കപ്പ് വെച്ച് ബ്രാഞ്ചസ് എല്ലാം ഓപ്പൺ ചെയ്തു. IT സെക്യൂരിറ്റിയും സ്ട്രോങ് ആക്കി. എല്ലാ കാര്യവും അറിഞ്ഞ അനീഷ് വിഷ്ണുവിനോട് നീ ആ കമ്പനി പൂട്ടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവരെന്തായാലും ബാക്കപ്പ് വെച്ച് ബ്രാഞ്ചസ് എല്ലാം ഓപ്പൺ ചെയ്യും. അവരൊന്ന് സെറ്റായി വരട്ടെ, വന്നിട്ട് അടുത്ത പണി കൊടുക്കാമെന്നും വിഷ്ണു പറയും. അടുത്ത ദിവസം പ്രവീൺ കുമാർ എല്ലാ ബ്രാഞ്ചിലെയും സ്റ്റാഫിനെ മീറ്റിംഗിനായി വിളിക്കും. ഇനി മുതൽ ഏതെങ്കിലും ബ്രാഞ്ചിലെ സിസ്റ്റമോ പ്രിന്ററോ ഒക്കെ കേടായി കഴിഞ്ഞാൽ ലോക്കൽ ആളുകളെ വിളിച്ച് ശരിയാക്കണ്ട, ഹെഡ് ഓഫീസിൽ അറിയിച്ചാൽ മതി, അവരാളെ വിട്ടു തരുമെന്നും പറയും. അനീഷിനായിരുന്നു ആ കമ്പനിയിലെ വർക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. വർക്ക് കയ്യിൽ നിന്ന് പോയ കാര്യം അനീഷ് വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണു പറയും, അനീഷേട്ടാ, അവര് സെക്യൂരിറ്റിയൊക്കെ മാറ്റം വരുത്തി. അവരുടെ ബ്രാഞ്ചിൽ ഒന്നുകൂടി കയറിയാൽ മാത്രമേ എന്തൊക്കെ മാറ്റമാണ് വരുത്തിയതെന്ന് എനിക്കറിയാനാകൂ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ പഴയ പോലെ അവരിനി സിസ്റ്റം ഒന്നും തൊടിയിക്കില്ല എന്നെ കൊണ്ടെന്ന് അനീഷ് പറയും. എങ്കിൽ നമുക്ക് വൈഫൈ ഹാക്ക് ചെയ്യാമെന്ന് വിഷ്ണു പറയും. പഴയ പോലെ അവരിനി സിസ്റ്റം ഒന്നും തൊടിയിക്കില്ല എങ്കിൽ നമുക്ക് വൈഫൈ ഹാക്ക് ചെയ്യാമെന്നും വിഷ്ണു ചോദിക്കും. അവിടുത്തെ സ്റ്റാഫ് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വൈഫൈ എല്ലാം ഡിസേബിൾ ചെയ്തിരിക്കുവാണെന്ന് അനീഷും പറയുമ്പോൾ മുൻപ് നമ്മൾ പ്രിന്റർ ശരിയാക്കുവാനായി അവിടെ പോയില്ലേ, അപ്പോൾ അവിടെ ഒരു ടേബിളിന് താഴെയായിട്ട് നെറ്റ്വർക്ക് കേബിളൊക്കെ വലിച്ചിട്ടുണ്ടല്ലോ, ആ കേബിൾ ഒന്ന് മോഡത്തിൽ കണക്ട് ചെയ്താൽ മതി, അവിടുത്തെ വൈഫൈ ഹാക്ക് ചെയ്യാനാകും. അങ്ങനെ അനീഷും വിഷ്ണുവും ഉദയനും ബ്രാഞ്ചിന് മുന്നിലെത്തി. അവിടേക്ക് ചെന്ന് വെഹിക്കിൾ ലോൺ എടുക്കാനായിട്ടുള്ള ഡീറ്റെയിൽസ് തരുമോ എന്ന് വിഷ്ണു ചോദിച്ചു. അവർ ഡീറ്റെയിൽസ് എടുക്കുവാനായി പോയ സമയം തന്നെ വിഷ്ണു തന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് ചില്ലറ പൈസ എടുത്ത് താഴെയിട്ടു. അതെടുക്കുവാനായി കുനിഞ്ഞിട്ട് ടേബിളിനടിയിലുള്ള നെറ്റ്വർക്ക് കേബിളിൽ മോഡം കണക്ട് ചെയ്തു. തിരികെ എഴുന്നേറ്റപ്പോൾ ആ പേപ്പർ വാങ്ങി അവൻ ഓട്ടോയിൽ ചെന്ന് വൈഫൈ ഹാക്ക് ചെയ്യും. ആ മോഡം തിരികെ വെക്കുവാനായിട്ട് പോയത് ഉദയനായിരുന്നു. തിരികെ വന്ന ഉദയനാണെങ്കിൽ ഒരു കവറിൽ കുറേ സാധനങ്ങളുമായിട്ടാണ് വന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുവാനായി ഉദയൻ പറഞ്ഞു. അതിൽ മോഡം കൂടാതെ നെറ്റ്വർക്ക് സ്വിച്ചും ഉണ്ടായിരുന്നു. അതില്ലെങ്കിൽ ഫുൾ നെറ്റും പോകും, ആകെ പ്രശ്നമാകുമെന്നറിയാവുന്ന അനീഷ് ആ സ്വിച്ചുമായി അകത്തേക്ക് പോയി. അനീഷിനെ കണ്ട സ്റ്റാഫ് ആണെങ്കിൽ ഇവിടെ നെറ്റ് കിട്ടുന്നില്ല അനീഷ്, ഒന്ന് നോക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ലവനെ പോലെ സ്വിച്ചും കണക്ട് ചെയ്തിട്ട് പോകുന്നു. അതോടെ അവർക്ക് നെറ്റും കിട്ടും. വീട്ടിലെത്തിയ വിഷ്ണു പുതിയ സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ പൊളിച്ച് സെർവറും ഹാക്ക് ചെയ്തിരുന്നു. അടുത്ത ദിവസവും കമ്പനിയിൽ അതേ പ്രശ്നം. ചാക്കോ ആകെ കലിപ്പ്. ഇത്രയും സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടായിട്ടും വീണ്ടും അവൻ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് ഉറപ്പായും ശത്രുക്കൾ ചെയ്യുന്നതാകുമെന്ന് പ്രവീൺ പറയും. ആ ഹാക്കറിനെ കണ്ടുപിടിക്കാൻ എന്താ വഴിയെന്ന് ചാക്കോ ചോദിക്കുമ്പോൾ ഒരാളുണ്ട്, സിമി, ഹാക്കറാണ് എന്ന് പറഞ്ഞ് സിമിയെ കൂട്ടിക്കൊണ്ടുവരും. കമ്പനിയിലെത്തിയ സിമി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം ഹാക്കറെ കണ്ടെത്തിത്തരാമെന്ന് ചാക്കോയ്ക്ക് വാക്കും കൊടുത്തു. അങ്ങനെ വീണ്ടും വിഷ്ണു പണി ആരംഭിച്ചു. അപ്പോഴേക്കും സിമിക്ക് ഫോണിൽ മെസ്സേജ് ചെന്നിരുന്നു. സിമി തന്റെ ലാപ്ടോപ്പ് ഓണാക്കി തനിക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. കാതലൻ എന്ന പേര് സിമി കണ്ടെത്തി. വിഷ്ണുവിനെതിരെ സിമി പ്രവർത്തിക്കുന്നതിനാൽ വിഷ്ണുവിന് തന്റെ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വിഷ്ണുവിന് ഒരു മെസ്സേജ് വന്നിരുന്നു. ഐ ഫൗണ്ട് യു എന്നായിരുന്നു. പേടിച്ച വിഷ്ണു അപ്പോഴേക്കും സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തിരുന്നു. അടുത്ത ദിവസം കമ്പനിയിലെത്തിയ സിമി ഹാക്കറിന്റെ പേര് കാതലനാണ്. അവന്റെ ലൊക്കേഷൻ കണ്ടെത്താനായി പറ്റുന്നില്ല. ഒരു തമാശയ്ക്ക് മിക്കവാറും തുടങ്ങിയതാകാം. നമ്മൾ സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ സ്ട്രോങ് ആക്കിയപ്പോൾ വാശി കൂടിയതാകും പിന്നീട് അവൻ ഹാക്ക് ചെയ്തത്. സെക്യൂരിറ്റി ഇത്രയും കൂട്ടിയിട്ടും സെർവറിൽ കയറിയെങ്കിൽ അവൻ ഉറപ്പായും ഓഫീസിലും കയറി കാണും. അല്ലാതെ സെർവറിലേക്കുള്ള ആക്സസ് കിട്ടില്ല എന്ന് സിമി പറയുമ്പോൾ CCTV ചെക്ക് ചെയ്താൽ കിട്ടില്ലേ എന്ന സംശയം ശില്പയും ചോദിക്കും. ഒരുപാട് ബ്രാഞ്ചില്ലേ, അതിലേതെന്ന് എങ്ങനെ അറിയും? പിന്നെ ഓരോ ദിവസവും ഒരുപാട് പേർ വരില്ലേ? എല്ലാം കേട്ട് വട്ടായ ചാക്കോ ഈ കാതലിനെ കണ്ടെത്താനാകുമോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടെത്താമെന്ന് സിമി വാക്ക് നൽകി. 2 ദിവസം കഴിഞ്ഞ് സിമി തന്റെ കണ്ടെത്തൽ ഒരു റിപ്പോർട്ടാക്കി ചാക്കോയ്ക്ക് നൽകി. എന്തെന്നാൽ തമിഴിൽ കാതലൻ എന്ന് എഴുതുന്നത് KADHALAN എന്നാണ്. എന്നാൽ നമ്മൾ മലയാളികൾ KATHALAN എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഇത് 99% ഒരു മലയാളിയാക്കാനാണ് ചാൻസ് എന്ന് പറഞ്ഞ് പോകാനായി ഇറങ്ങുമ്പോൾ തന്നെ ചാക്കോ ദേ കിടക്കുന്നു തല കറങ്ങി താഴെ. ചാക്കോയെ ഹോസ്പിറ്റലിലുമാക്കി. എന്നാൽ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയ ശില്പയാണെങ്കിൽ കോളേജിൽ തന്നെ പഠിപ്പിച്ച സാറിനെ കണ്ടു.
സാറ് വിഷ്ണുവിനെ പറ്റി തിരക്കിയപ്പോൾ അവന് ജോലിയൊന്നും ആയില്ല എന്നറിഞ്ഞപ്പോൾ എങ്ങനെ കിട്ടാനാ? ക്ലൗഡ് ഡേറ്റ എന്ന കമ്പനി പ്ലേസ്മെന്റിന് വന്നപ്പോൾ അവൻ സൈറ്റ് ഹാക്ക് ചെയ്ത് അവന്റെ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് എന്താവൻ വല്ല ഉപയോഗമുണ്ടായോ? ഇല്ല. പിന്നെ കുട്ടിയല്ലേ, അവന്റെ ഭാവിയെ ഓർത്താണ് ഞാനൊന്നും ചെയ്യാത്തതെന്നും സാർ പറയും. അത് കേട്ടതും ഇപ്പോൾ നടക്കുന്ന പ്രശ്നത്തിനെല്ലാം പിന്നിൽ വിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയ ശില്പ അവന്റെ വീട്ടിലേക്ക് പോയി. നീയാണോ ഈ കാതലൻ? എങ്കിൽ നീ ഇതെല്ലാം നിർത്തിക്കോ എന്ന് ശില്പ പറയും. ഞാനെന്നുമല്ല അതെന്ന് വിഷ്ണു പറയുന്നുമുണ്ട്. അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ശില്പ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്തോ അവൻ കമ്പ്യൂട്ടറിൽ വെച്ച് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അച്ഛനാണെങ്കിൽ ആ കൊച്ചു കരഞ്ഞുകൊണ്ട് പോകുന്നത് ഇത് കാരണമാണോടാ എന്ന് ചോദിച്ച് ആ കമ്പ്യൂട്ടർ തല്ലി പൊട്ടിച്ചു കളഞ്ഞു. വിഷ്ണു എല്ലാ കാര്യവും അനീഷിനോടും ഉദയനോടും പറയും. ഞാനെല്ലാം നിർത്താൻ പോവുകയാണെന്നും വിഷ്ണു പറഞ്ഞു. എന്നാൽ മറ്റൊരു വശത്ത് ശില്പയാണെങ്കിൽ ഇതിനെല്ലാം പിന്നിൽ വിഷ്ണുവാണെന്ന സംശയം മാത്യുവിനോട് പറയുന്നു. വിഷ്ണുവിനെ നിനക്ക് ഇപ്പോഴും ഇഷ്ടമാണോ എന്ന് മാത്യു ചോദിക്കുമ്പോൾ ഇല്ലെന്നായിരുന്നു ശില്പ മറുപടി പറഞ്ഞത്. എങ്കിൽ അച്ഛനോട് ചോദിച്ച് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നും മാത്യു അവളോട് ചോദിച്ചു. അതൊരു പ്രപ്പോസലായിരുന്നു. അതിന് ശില്പ പുഞ്ചിരിച്ചുകൊണ്ടാണ് മറുപടി നൽകിയതും. അച്ഛനോട് ചോദിക്കുവാനായും ശില്പ പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് മാത്യുവിന്റെയും ശില്പയുടെയും സേവ് ദ ഡേറ്റ് ഷൂട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഒരു വെഡ്ഡിംഗ് കമ്പനിക്കാർ മാത്യുവിനെ വിളിക്കുമ്പോൾ താല്പര്യമില്ലെന്ന് മാത്യു പറയും. ഫോട്ടോസ് ഒന്ന് നോക്കുവാനായും പറഞ്ഞ് ഒരു ലിങ്കും അയച്ചു കൊടുത്തു. ആ ലിങ്കിൽ കയറി ഫോട്ടോ നോക്കിയ മാത്യു പിന്നീട് അത് മൈൻഡ് ചെയ്തില്ല. പിന്നീട് സിനി കമ്പനിയിലെത്തിയിട്ട് അവന്റെ ലൊക്കേഷൻ കണ്ടെത്താനായില്ല. അവൻ ഇതുവരെ സിസ്റ്റത്തിൽ കയറിയിട്ടില്ലെന്നാ തോന്നുന്നേ. കയറിയാൽ മാത്രമേ അവനെ കണ്ടെത്താനാകൂവെന്ന് സിമി പറയുമ്പോൾ അവനെ എനിക്കറിയില്ല, പക്ഷേ അവൻ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ മതിയോ എന്ന് മാത്യു ചോദിക്കും. അടുത്ത ദിവസം വിഷ്ണുവിനെ കാണാനെത്തിയ ശില്പ മാത്യുവുമായി തന്റെ വിവാഹം ഉറപ്പിച്ചുവെന്ന് പറയുന്നു. അത് കേട്ട വിഷ്ണു സങ്കടത്തോടെ ഹാപ്പി മാരീഡ് ലൈഫ് എന്നും പറയും. അതേസമയം മാത്യു അവിടേക്ക് വന്നിട്ട് നീയല്ലേടാ ഹാക്കർ, ധൈര്യമുണ്ടെങ്കിൽ നീ ഹാക്ക് ചെയ്തൊന്ന് കാണിക്കടാ എന്ന് വെല്ലുവിളിക്കുന്നു. സങ്കടപ്പെട്ട് വീട്ടിൽ വന്ന വിഷ്ണുവിന് എന്തോ ഇൻസ്റ്റാൾ ചെയ്യുവാനായിട്ട് അടുത്ത വീട്ടിലെ പയ്യനാണെങ്കിൽ തന്റെ ലാപ്ടോപ്പും കൊണ്ടുവന്ന് കൊടുക്കുന്നു. അടുത്ത ദിവസം ശില്പയുടെ മനസ്സമ്മതമാണ്. അതിൽ പങ്കെടുക്കുവാനായിട്ട് വിഷ്ണുവും അനീഷും ഉണ്ടായിരുന്നു. ഫുഡും കഴിച്ച് പോകുവാൻ ഇറങ്ങിയ വിഷ്ണുവിനോട് അനീഷ് നന്നായിടാ നീ എല്ലാം അവസാനിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു അവസാനിപ്പിച്ചെന്ന്? പിന്നീട് കാണിക്കുന്നത് ആ പയ്യന്റെ ലാപ്ടോപ്പ് വെച്ച് വിഷ്ണു വീണ്ടും സെർവർ ഹാക്ക് ചെയ്തതാണ്. ഓഫീസിലെ ജിൽസ് ആണെങ്കിൽ എന്തോ കരിയുന്ന നാറ്റം പഠിച്ചു ചെന്ന് നോക്കിയപ്പോൾ സെർവർ റൂം നിന്ന് കത്തുന്നു. മനസ്സമ്മതം കഴിഞ്ഞു പോയ മാത്യുവും ശില്പയും പിന്നെ ആ സിമിയും ഒക്കെ ഓഫീസിലേക്കും എത്തി. ഓവർ ഹീറ്റായാണ് തീ പിടിച്ചത്. അപ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ആകാതിരിക്കാനുള്ള കാര്യം ഹാക്കർ ചെയ്തിട്ടുണ്ടെന്നും പ്രവീൺ പറയുകയാണ്. അങ്ങനെ സിമി ഹാക്കറിന്റെ ലൊക്കേഷൻ കണ്ടെത്തി. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മനസ്സമ്മതം കഴിഞ്ഞ് ബൈക്കിൽ പോകുന്ന വിഷ്ണുവിനെയും അനീഷിനെയുമായിരുന്നു. അപ്പോൾ അവരെ ഫോളോ ചെയ്ത് പോലീസുമുണ്ട്. അത് കഴിഞ്ഞ് ഹാക്കറെ കിട്ടി എന്നൊരു കോൾ ചാക്കോയ്ക്ക് വരും. ചാക്കോ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ കണ്ടത് മാത്യുവിനെയായിരുന്നു. പോലീസ് ഫോളോ ചെയ്തത് വിഷ്ണുവിനെ അല്ലായിരുന്നു. അവർ പോയത് മാത്യുവിനെ പൊക്കാനായിട്ടായിരുന്നു. എങ്ങനെയാണ് മാത്യു പിടിയിലായതെന്നാൽ വിഷ്ണു മാത്യുവിന്റെ മാക് ഐ ഡി ആണ് ഉപയോഗിച്ചത്, വിഷ്ണുവിന്റേതല്ല. മാത്യുവിന്റെ മാക് ഐ ഡി കിട്ടിയത് എങ്ങനെയെന്നാൽ അന്ന് വെഡ്ഡിംഗ് കമ്പനിയിൽ നിന്നെന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചല്ലോ. വിളിച്ചപ്പോൾ ഒരു ലിങ്കിൽ മാത്യു കയറിയല്ലോ. അത് വിഷ്ണുവിന്റെ കൂട്ടുകാരനെ കൊണ്ട് വിഷ്ണു ചെയ്യിച്ചതായിരുന്നു. ആ ലിങ്കിൽ കയറിയതോടെ മാത്യുവിന്റെ ഫുൾ ഡീറ്റെയിൽസും വിഷ്ണുവിന് കിട്ടി. അങ്ങനെയാണ് മാത്യുവിനെ പോലീസ് പൊക്കിയതും. മനസ്സമ്മതം കഴിഞ്ഞ് വീട്ടിലെത്തിയ വിഷ്ണുവിനെ കാത്ത് അച്ഛനുണ്ടായിരുന്നു. നിന്റെ കൂട്ടുകാരൻ വിളിച്ചു, നീ എല്ലാ വിഷയവും പാസ്സായി എന്ന് പറയുമ്പോൾ യാതൊരു സന്തോഷവുമില്ലാതെ റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സിനുള്ളിൽ ഒരു ലാപ്ടോപ്പ് ആയിരുന്നു. നീ ഇതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് അച്ഛൻ അറിയില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് മനസ്സിലാകത്തുമില്ല. എന്തായാലും നീ ഇതുകൊണ്ട് നല്ലത് മാത്രം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പോകുന്നു. അച്ഛൻ വാങ്ങിക്കൊടുത്ത ആ ലാപ്ടോപ്പ് എടുത്ത് കെട്ടിപ്പിടിച്ച് കരയുകയാണ് വിഷ്ണു. അന്വേഷണത്തിൽ നിന്നും ഒന്നും പ്രത്യേകിച്ച് കിട്ടിയതുമില്ല. സെർവർ കത്തിയത് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് റിപ്പോർട്ടും വന്നു. വന്ന കാര്യം നടക്കാതെ ഹാക്കറിനെ കണ്ടെത്താനാകാതെ സിമി ബാംഗ്ലൂരിൽ പണ്ട് ജോലി ചെയ്തിരുന്ന കമ്പനിയിലേക്കും പോയി. എന്നിരുന്നാലും സിമിയുടെ മനസ്സിൽ മുഴുവൻ കാതലൻ ആരാണ്, അവൻ എന്തായാലും ഒരു ക്രിമിനലാണ്, അവനെ ഞാൻ കണ്ടുപിടിക്കും എന്ന് തന്നെയാണ്. അങ്ങനെ കാതലിനെ കുറിച്ച് ചിന്തിച്ചിരിക്കവേ തന്നെ ഇന്റർവ്യൂവിനായി ഒരു പയ്യൻ അവരുടെ കമ്പനിയിലേക്ക് എത്തും. അത് മറ്റാരുമല്ല വിഷ്ണുവായിരുന്നു. വിഷ്ണുവിനെ ഇന്റർവ്യൂ ചെയ്യുന്നത് സിമിയും. അതോടുകൂടി സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.